ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ പദ്ധതി തന്നിലൂടെ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രതീക്ഷകൾക്കും ഇഷ്ടങ്ങൾക്കും സ്വപ്നത്തിനും വലിയ സ്ഥാനമില്ലെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതമെടുത്ത പദ്ധതിക്കായി മാറ്റിവെച്ച പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിരക്ത ഭർത്താവും നീതിമാനുമായ വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തനിക്കുള്ളതെല്ലാം വിട്ട് ഇറങ്ങിത്തിരിച്ച അബ്രാഹത്തെ പോലെ സ്വപ്നത്തിൽ ദൈവദൂതനിലൂടെ ലഭിച്ച സന്ദേശത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന യൗസേപ്പ് പിതാവിനെയാണ് സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നത്. നാഥാൻ പ്രവാചകനിലൂടെ കർത്താവ് ദാവീദിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ഇതേ ചോദ്യം കർത്താവ് നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. നിന്റെ ഹൃദയത്തിൽ വസിക്കാൻ എനിക്ക് സ്ഥലം തരുമോ? നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധവും സന്തോഷപ്രദവുമാകുന്നത് അവിടെ ദൈവത്തിനും ദൈവവചനത്തിനും പ്രമുഖ സ്ഥാനം നൽകുമ്പോഴാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടത്തേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണമെന്ന് നാം ആഗ്രഹിച്ചാൽ നമ്മുടെ കുടുംബവും തിരുക്കുടുംബം പോലെ അനുഗ്രഹീതമാകും. എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേരുന്നു. സ്തുതിയായിരിക്കട്ടെ.